ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യലുണ്ടായിരുന്നില്ല. എനിക്ക് വയ്യാതായതിനു ശേഷം എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ട്, പക്ഷേ ചെയ്യാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വീഡിയോ ഇടാമെന്ന്. ഇത് അമ്മൂട്ടി കഴിഞ്ഞ ദിവസം പേപ്പർ കൊണ്ട് വെട്ടി ഉണ്ടാക്കിയ മുല്ലപ്പൂവാട്ടോ. ഇപ്പം എല്ലാവരും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ എല്ലാവരും ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഇതാണല്ലോ അല്ലേ. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർക്കും പിന്നെ പെട്ടെന്ന് പോയാൽ കിട്ടാത്ത ഉള്ളിലോട്ടൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങിക്കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ലൊരു പരിപാടിയാണ് കേട്ടോ ഇത്. ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ വെട്ടി ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ആദ്യം അവൾ ടിഷ്യൂ പേപ്പർ വെച്ച് വെട്ടി ഉണ്ടാക്കി. അത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഇത് ഇപ്പോൾ മഴയാണല്ലോ, നനഞ്ഞു പോയാൽ മൊത്തം പേപ്പറല്ലേ പോവില്ലേ, അപ്പോൾ നമുക്ക് പേപ്പറിന് പകരം വേറൊരു സംഭവം വെച്ച് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ, സാധനം വാങ്ങിക്കൊണ്ടുവരുന്ന ആ കവർ എടുത്തിട്ട് അതുപോലെ തന്നെ കേട്ടോ, കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ മുല്ലപ്പൂ ഉണ്ടാക്കിയത്. ആ തണ്ടിൻ്റെ ആ ഭാഗം പച്ച കളർ കൊടുത്തില്ലെങ്കിലും പച്ച നൂലിട്ട് കെട്ടിയപ്പം പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതാകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മഴ നനഞ്ഞാലും വെയിലും ഉണ്ടാലും ഒന്നും ആവില്ലല്ലോ. പിന്നെ നമുക്ക് എത്ര വേണേലും ഉപയോഗിക്കാം. ഇതുപോലത്തെ ഒരു മുല്ലപ്പൂ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ 10-60 രൂപ കൊടുക്കണം, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂ കിട്ടുന്നത്. പക്ഷേ ഇതാകുമ്പോൾ നമുക്കൊരു പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. പിന്നെ മുല്ലപ്പൂ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി ടൈമിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടേ വരുള്ളൂ. കുറച്ച് സമയം എടുക്കുമെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ആ സമയത്തിൻ്റെ ഒരു ഇതേ വരുള്ളൂ. മക്കളൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയി വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ അവർക്കൊരു ക്രാഫ്റ്റ് വർക്കായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മത് വെട്ടുന്നത് എങ്ങനെയാണ് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ എനിക്ക് കാട്ടിത്തരാണിതാ. ഒരു ഇങ്ങനെ ചതുരാകൃതിയിൽ പിന്നെ കവർ വെട്ടിയെടുത്തിട്ട് അവൾ ഒരു കഷ്ണം വെട്ടി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ആദ്യം തൊട്ട് മുറിക്കുന്ന തൊട്ട് കാണിച്ചു തരാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെ ആവട്ടെ എന്ന്. കണ്ടോ, ഒരു നിശ്ചിത വീതി ഇതൊരു നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു അത് ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. എനിക്കങ്ങനെ പറഞ്ഞു തരാനേ അറിയത്തുള്ളൂ, കൃത്യമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. അപ്പോൾ അത് അവളിതാ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ ഈ ഒരു വീതിയിൽ നീളത്തിൽ മുറിച്ചിട്ട് പിന്നെ ചതുരം ഒരു അതിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്തേട്ടോ അവൾ. ഞാൻ പറയുന്നതിനും കാട്ടി നല്ലത് നിങ്ങൾ കാണുന്നതല്ലേ അവൾ മുറിക്കുന്നത്. അപ്പോൾ ഓണമൊക്കെ എല്ലാവർക്കും എവിടം വരെ എത്തി? എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ? ഇപ്പം നല്ല മഴയല്ലേ. ഇപ്പോൾ കറുത്താൽ ഓണം വെളുക്കുമെന്നാണ് പറയാറ് പണ്ടത്തെ പഴമക്കാർ. അതുപോലെ ഓണമാകുമ്പോഴേക്കും വെയിലാവും എന്ന് വിചാരിക്കാം അല്ലേ. എല്ലായിടത്തും ഈ മഴയുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ഇവിടേക്ക് ഈ നല്ല മഴയാണ്. അപ്പോൾ ഇതാ അവൾ മുറിച്ചതാ ഇങ്ങനെ ചതുരത്തിൽ മുറിച്ചിട്ട് അതിനെ ആദ്യം ഒന്ന് മടക്കി പിന്നെ തിരിച്ച് മടക്കി പിന്നെ കോണ് രീതിയിൽ മടക്കിയെടുക്കുക. അതൊന്നും കൂടെ ആ കോണ് രീതി ഒന്നും കൂടെ മടക്കിയിട്ട് നമ്മൾ ഫ്ലവർ വെട്ടും പോലെ വെട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് വെട്ടിക്കൊടുത്ത് പിന്നെ ഒരു എതൾ പോലെ ഒന്ന് വെട്ടി പിന്നെ സൈഡിൽ നിന്ന് ചെരിച്ചൊരു കുഞ്ഞ കഷ്ണം നിന്ന് വെട്ടിക്കൊടുത്തു. അത് ആ പൂവിൻ്റെ ഷേപ്പ് കിട്ടാനാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതൊന്ന് വെട്ടിക്കളഞ്ഞ് പിന്നെ ഒന്ന് വെട്ടി അങ്ങനെ ഒരു 3 വെട്ടലാണ് വെട്ടിയെന്ന് തോന്നുന്നു. 3 ഇതളാണ് വെട്ടിയെടുത്തേക്കുന്നതാണ്ടോ. എന്നിട്ട് അത് നിവർത്തി നോക്കാം നമുക്ക്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പ്ലാസ്റ്റിക്കും പേപ്പറൊക്കെ ആണെങ്കിലും നിവർത്താൻ ഇച്ചിരി പണിയാട്ടോ. അങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ അതാ ഇങ്ങനെ കിട്ടും. ഉണ്ടോ, അരിമുല്ല പോലെ ഉണ്ട് അല്ലേ. അരിമുല്ലേൻ്റെ അരി പോലെ നല്ല തെരുതെരുന്നനെ ഇതായിട്ട് അതിനെ 2ആക്കി മടക്കിയാൽ 2 ഫ്ലവർ കിട്ടും. ഒരു ഇതിന്ന് 2 ഫ്ലവർ കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ സൈഡ് ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാ പൂവിൻ്റെ ആ ഒരു എനിക്കിത് എങ്ങനത്തെ പൂവായിട്ടാണ് തോന്നുന്നതെന്നറിയോ, നമ്മുടെ കാപ്പിപ്പൂവ്, കാപ്പീൻ്റെ പൂ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാപ്പീൻ്റെ പൂ ഇതുപോലെയാട്ടോ, അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കെട്ടി വരുമ്പോൾ നമ്മുടെ ഈ കർണാടക തമിഴ്നാട് ആ ഭാഗത്തേക്കൊക്കെ ഉള്ളൊരു സൈസ് മുല്ലയുണ്ട്, അരിമുല്ല എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഷേപ്പുണ്ട്. നമ്മുടെ ഇവിടുത്തെ മുല്ല പോലെ ആവില്ല അല്ലേ. എന്തായാലും അവളിതാ ഇത്രയും പൂ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് കെട്ടുകയാണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടണം, അല്ലെങ്കിൽ അത് ലൂസായി ഊർന്നു പോവും. അപ്പോൾ
അവളത് കെട്ടുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, എനിക്ക് മനസ്സിലൊന്നും ആയിട്ടില്ല. നൂലിങ്ങനെ ചുറ്റി പുറകോട്ടൊക്കെ വെച്ചിട്ടാണ് അവൾ കെട്ടുന്നത്. നമ്മൾ ഈ വാഴനാര് കൊണ്ട് മെടഞ്ഞെടുക്കുന്നതാണ്, പണ്ടൊക്കെ മെടഞ്ഞ് കെട്ടലാണ്. ഇപ്പൊക്കെ കുറേ ലോക്ക് വരുന്ന കെട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണെന്ന് തോന്നുന്നു അവൾ കെട്ടുന്നത്. എന്താണേലും അവൾ കുറച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ 10 ദിവസം പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ വെറുതെ ഇരുന്ന് കടന്നുറങ്ങി ഇതാക്കും ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമ്മുടെ തിരുവമ്പാടി സൂര്യയുടെ പുതിയൊരു ഷോറൂമുണ്ട്. ഇപ്പോൾ ഒരു കൊല്ലമായി തുടങ്ങിയിട്ട്. അവിടെ ഓണത്തിൻ്റെ തിരക്കിന് വെക്കേഷനുള്ള താല്പര്യമുള്ള പിള്ളേരെ നിൽക്കാൻ, വെക്കേഷന് താല്പര്യം ഇങ്ങനെ ജോലിക്ക് പോകാൻ താല്പര്യമുള്ള പിള്ളേരെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവൾ എന്നോട് പറഞ്ഞു ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് പറഞ്ഞു ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയല്ലേ അമ്മേ, ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, അപ്പം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓൾ പോയതാണേ. ഇപ്പോൾ 2 ദിവസമായി ഓൾ സൂര്യയെ പോകുന്നു. അപ്പോൾ ഓണപ്പരിപാടിക്ക് സ്കൂളിൽ പോകുമ്പോൾ ചൂടാൻ വേണ്ടിയിട്ട് കെട്ടി ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അതുകൊണ്ട് സൂര്യയിൽ കയറിയത് കൊണ്ട് ഇന്നലെയായിരുന്നു അവർക്ക് ഓണപ്പരിപാടി. അവൾ പോയില്ല. മിനിയാന്ന് തൊട്ട് സൂര്യ പോകാൻ തുടങ്ങി. അപ്പോൾ അവൾ ഇന്നലെ ഓണപ്പരിപാടിക്ക് പോയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ 2 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും. പിന്നെ അത് എഡിറ്റ് ചെയ്തിടാൻ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത, എന്താണെന്ന് പറയാൻ അറിയുന്നില്ല. അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണേലും ഒക്കെ ശരിയാവും അല്ലേ. നമ്മുടെ അമ്മൂൻ്റെ മുല്ലപ്പൂ കെട്ടൽ ഇതാ ഏകദേശം തീർന്നു. പിന്നെ ഞാനെന്താ ചെയ്തതെന്നറിയോ, ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഈ ഫോണിൽ കളി ഭയങ്കരമായിട്ട് കൂടുമ്പോഴേ ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് വേറൊരു പരിപാടി എന്തെങ്കിലും ഒരു അത് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഇതാ കണ്ടോ അമ്മു മുല്ലപ്പൂ, കണ്ടോ ഭംഗിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ചെയ്തതാണിത് കേട്ടോ. ഇത് ഞാൻ സൂചിയും നൂലും വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ കടേൻ്റെ തൊട്ടിപ്പുറത്തൊരു തയ്യൽ കടയുണ്ട്, ജെൻസിൻ്റെ തയ്യൽ കട. അപ്പോൾ അവിടുത്തെ ചേട്ടനോട് പോയിട്ട് അവിടെ വെട്ടുകഷ്ണങ്ങൾ ബാക്കി വരുന്ന വെട്ടുകഷ്ണങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനൊരു ടോപ്പ് കൈ കൊണ്ട് തുന്നി ഉണ്ടാക്കിയതാണിത് അമ്മൂന് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തുന്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തുന്നി ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കിയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ജീൻസിന് വലിയ ഇറക്കമില്ല, അപ്പോൾ ജീൻസിന് ഇടാൻ പറ്റിയ നല്ല ടോപ്പാട്ടോ. കൈക്ക് ഞാൻ പഫ് കൊടുത്ത്, വലിയ ഇറക്കമില്ലാത്ത പഫ് കൊടുത്തിട്ട് തയ്ച്ചപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൾ പറഞ്ഞു ഇന്ന് ഷോപ്പിൽ പോകുമ്പോൾ എനിക്ക് ഇത് ഇടണമെന്ന്. അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ പുറകിൽ കൈ കൊണ്ട് തന്നെ ടിക്കും തുന്നിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അറിയൊന്നുമില്ല നമ്മൾ തുന്നിയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ അവൾ കടയിൽ പോകാൻ വേണ്ടിയിട്ട് അതാ ഇട്ടേട്ടോ. അപ്പം ഞാനത് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. പിന്നെ അത് കൂടാതെ ഫസ്റ്റ് ഞാൻ തുന്നിയത് വേറൊരു കുപ്പായ കേട്ടോ, ഒരു ട്രൗസറും ബർമൂഡ പോലൊരു ട്രൗസർ തുന്നി, പിന്നെ ഒരു ടോപ്പും അവൾക്ക് വീട്ടിലിടാലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ക്ലിയർ ഉണ്ടോയെന്ന് എനിക്കറിയുന്നില്ല, റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതും കൊണ്ട് ക്ലിയർ കുറവാണെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ അവൾക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് തയ്ച്ചത് കേട്ടോ. തയ്ച്ചത് നല്ല തുന്നിയത്, മെഷീൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൈയും കൊണ്ട് തുന്നിയതാണ്. എനിക്കൊരു മെഷീൻ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ മെഷീനാണെങ്കിൽ പിന്നെ വേഗം തയ്ക്കാമല്ലോ, ഇങ്ങനെ തുന്നി നിൽക്കണ്ടല്ലോ. എന്തായാലും തുന്നുന്നതാണേലും നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഏത് മോഡൽ വേണേലും തുന്നിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ അമ്മ പോവുക കേട്ടോ. ചെറുതായിട്ട് നല്ല രസമുണ്ടല്ലേ, പക്ഷെ എനിക്കൊരു പേടിയുണ്ട്. കൈയും കൊണ്ട് തുന്നി ഇട്ടതാ, തയ്ച്ചിട്ടില്ലല്ലോ, ഫുള്ള് കൈ കൊണ്ട് തുന്നി, കൈ കൊണ്ട് ചാവോന്നറിയില്ല. എന്തായാലും പോയി വരുമ്പോൾ അറിയാം അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണേ. ബാഗിൻ്റെ കീശയിലുണ്ട്. അപ്പം മാസ്ക് എടുക്കാൻ മറന്നു. കുഞ്ഞോളെ വഴി പറഞ്ഞു വിട്ടിട്ട് കുത്തിരിക്കുക.